ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെ അച്ഛനെ കൊന്നതിനും കൊല്ലിച്ചതിനും അതുപോലെ ജയിലിൽ കിടന്നപ്പോൾ പോലും യാതൊരു കുറ്റബോധവുമില്ലാതെ വീണ്ടും കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് പരമൻ എന്ന ഗുണ്ടയുടെ കാര്യം ഉണ്ണിക്ക് പറഞ്ഞു കൊടുത്തതിനും പ്രതാപനും വാമനും നല്ല ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് മാർക്കോയും ലോപ്പസും കൂടിയിട്ട് അവർ മാർക്കോയുടെ ഒരു ഗോഡൗണിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. തുടർന്ന് ഇനി നീയൊന്നും കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും ശല്യമാകാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നെല്ലാം വാമനും പ്രതാപനും സമ്മതിക്കുന്നുണ്ടെങ്കിലും നിൻ്റെയൊക്കെ വാക്കിന് നിമിഷങ്ങളുടെ പോലും ആയുസ്സുണ്ടാവില്ല. തുടർന്ന് അന്ന് നീ കോടതിയിൽ സത്യം പറയാൻ വേണ്ടിയിട്ട് നിൻ്റെ മോളെ ഞാൻ കത്തിമുനയിൽ നിർത്തിയുള്ളൂ. പക്ഷേ ഇനി അവളുടെ ഭാഗത്ത് നിന്ന് കണ്ണൻ സാറിനോ മഹാലക്ഷ്മിക്കോ എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവളെ ഞാൻ തീർത്തു കളയുന്ന പ്രതാപന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് മാർക്കോ. മാത്രമല്ല അന്ന് മേഘൻ മാർക്കോയെ കൊല്ലാൻ വേണ്ടിയിട്ട് മാർക്കോയുടെ ബൈക്കിലേക്ക് കാറിൽ സ്പീഡിൽ പായിച്ചു എന്നും അന്ന് തന്നെ കണ്ണൻ സാറ് നടന്നു തുടങ്ങിയ കാര്യം മേഘന് മനസ്സിലായി. അങ്ങനെ കണ്ണൻ സാറ് തന്നെയാണ് നിൻ്റെ മോൻ്റെ തലയിലേക്ക് പാറക്കല്ല് ഇടിച്ച് അവനെ കൊല്ലാൻ നോക്കിയത് എന്നുള്ള കാര്യങ്ങളും മാർക്കോ വാമനെ അറിയിക്കുന്നു. തുടർന്ന് അവർക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ മാർക്കോയും ലോപ്പസും കൂടി തയ്യാറെടുക്കുന്നുണ്ട്. ഇതേസമയം ദുർഗയാണെങ്കിൽ വാമനും പ്രതാപനും റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങുകയാണെന്നും എനിക്ക് അവനെ ഒന്ന് കാണണം എന്നെല്ലാം പറയുമ്പോൾ എനിക്ക് അമ്മാവനോട് ഒരു ദേഷ്യവും ഇല്ല എന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് നിൻ്റെ അച്ഛനെ കൊന്ന കൊലയാളിയാണ് അയാളോട് നിനക്ക് ദേഷ്യമില്ല എന്ന് ദുർഗ ചോദിക്കുന്നതും അയാളേക്കാൾ വലിയ ദുഷ്ടനാണ് എൻ്റെ അച്ഛൻ. അന്ന് ജയിലിൽ വാമനെ കാണാൻ പോയ സമയത്ത് അയാൾ പറഞ്ഞ കഥ ഉണ്ണി ദുർഗയെ അറിയിക്കുന്നു. അച്ഛൻ്റെ അമ്മയ്ക്ക് ഒന്നും തരാതിരുന്നത് കൊണ്ടാണ് അച്ഛന് ദേഷ്യം വന്നതെന്നും അതുകൊണ്ടാണ് അമ്മാവൻ അച്ഛനെ കൊന്നത് എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ തന്നെ അതൊക്കെ നുണയാണ് മോനെ, അതൊന്നും നീ വിശ്വസിക്കരുത്. അന്ന് നിൻ്റെ അച്ഛൻ മരണപ്പെട്ട ദിവസം അയാൾ എന്നെ കാണാൻ വന്നിരുന്നു എന്നും കമ്പനിയിൽ ചെറിയൊരു ക്രമക്കേട് നടത്തിയതിൻ്റെ പേരിൽ വിശ്വേട്ടൻ അയാളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയെന്നും വിശ്വേട്ടനോട് പറഞ്ഞ് അയാളെ എങ്ങനെയെങ്കിലും കമ്പനിയിൽ തന്നെ തിരികെ എടുപ്പിക്കണം എന്നൊക്കെ പറയാനാണ് അയാൾ വന്നത്. അന്ന് ഞാൻ അയാളുടെ വാക്ക് വിശ്വസിച്ച് വിശ്വേട്ടനോട് സംസാരിച്ചുവെന്നും പക്ഷേ തെറ്റ് കണ്ടാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ആളാണ് വിശ്വേട്ടൻ. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ കേട്ടില്ല. മാത്രമല്ല വാമനു വേണ്ടി എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരരുതെന്നും പറഞ്ഞു. മാത്രമല്ല അതിൻ്റെ പേരിൽ വിശ്വേട്ടൻ എന്നോട് പിണങ്ങുന്ന ഘട്ടത്തിൽ വരെ കാര്യങ്ങളെത്തി. പിന്നീട് അയാൾ എന്നെ വീണ്ടും കാണാൻ വന്നു എന്നും വിശ്വേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അയാളെ അറിയിച്ചു. നിന്നെ വിശ്വനാഥന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് ഞാനാണ്. ആ നന്ദി നിനക്ക് എന്നോട് എന്നും ഉണ്ടാകണം. എല്ലാം വിശ്വനാഥൻ അവൻ്റെ മൂത്ത മോൻ്റെ പേരിലാണ് കൊടുക്കാൻ പോകുന്നത്. നീയും നിൻ്റെ മക്കളുമൊക്കെ അനാഥരാകും. കമ്പനിയുടെ പകുതി അല്ലെങ്കിൽ ഈ വീടും പറമ്പുമെങ്കിലും നിൻ്റെ പേരിൽ എഴുതി തരാൻ പറയണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാമൻ അന്ന് ദുർഗയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദുർഗ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. മാത്രമല്ല ചെറിയ കള്ളത്തരമൊന്നുമല്ല ഏട്ടൻ കമ്പനിയിൽ കാണിച്ചിരിക്കുന്നത്. ചെറിയ സഹായങ്ങളൊക്കെ വിശ്വേട്ടൻ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നെല്ലാം ദുർഗ പറയുന്നുണ്ടെങ്കിലും ഇനി എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞ് എനിക്ക് വിശ്വേട്ടൻ്റെ മുന്നിലേക്ക് ചെല്ലാൻ പറ്റില്ല എന്ന് ദുർഗ തീർത്ത് പറയുന്നു. അപ്പോൾ അത് കേട്ട് ദേഷ്യം വരുന്ന വാമനാണെങ്കിൽ ഈ ചെയ്തതിനൊക്കെ അവൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിലാണ് അയാൾ പോയത് എന്നും അന്ന് വിശ്വേട്ടൻ ആക്സിഡൻറ്റിൽ മരിച്ചപ്പോൾ അത് വാമൻ്റെ ശാപമാണെന്നാണ് ഞാൻ കരുതിയത്, പിന്നീടല്ലേ കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ദുർഗ പൊട്ടിക്കരയുന്നു. പണത്തിനെ മാത്രം സ്നേഹിക്കുന്ന അയാൾ പറയുന്നതും ഈ ഒരു കാലത്തും വിശ്വസിക്കരുത് എന്നും അവനെ എങ്ങാനും കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. ചെറിയ പ്രായത്തിൽ തന്നെ എന്നെ വിധവയാക്കിയവനാണവൻ. അവന് വേണ്ടിയിട്ട് സ്വന്തം അച്ഛനെ തള്ളിപ്പറയാനായിട്ട് നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ ദുർഗ. ഇതേസമയം മാർക്കോയാണെങ്കിൽ പ്രതാപനെയും വാമനെയും കമിഴ്ത്തി കിടത്തി അവരുടെ ദേഹത്ത് ചവിട്ടുകയും മാത്രമല്ല ഉള്ളം കാലിൽ ചൂരൽ വടി കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉണ്ണിയോട് തീർത്തതുപോലെ ഇത്രയും കാലം പ്രതാപനും വാമനും കണ്ണനോടും മഹാലക്ഷ്മിയോടും ചെയ്തു കൂട്ടിയതിന് എല്ലാത്തിനും ചേർത്തുള്ള ശിക്ഷയാണ് മാർക്കോ നടപ്പിലാക്കുന്നത്. മാർക്കോയുടെ അടിയിൽ വേദന കൊണ്ട് അലറി വിളിച്ച് കരയുന്നുണ്ട് പ്രതാപനും വാമനും. എല്ലാ തെറ്റുകൾക്കും മരണശേഷം അല്ലടാ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ മറുപടി പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇനി നിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ണൻ സാറിനോ മഹാലക്ഷ്മിക്കോ എതിരായിട്ട് ഉണ്ടായാൽ കഴുത്തിന് മുകളിൽ ഈ തല കാണില്ല എന്നൊരു അവസാന മുന്നറിയിപ്പ് മാർക്കോ അവർക്ക് കൊടുക്കുന്നു. ഇനി ഏതായാലും പ്രതാപനോ വാമനോ രണ്ട് കാലിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അത്രയ്ക്ക് നല്ലൊരു ശിക്ഷയാണ് മാർക്കോ അവർക്ക് കൊടുത്തിരിക്കുന്നത്.
പിന്നീട് കരുണ അച്ഛനെയും അമ്മാവനെയും മാർക്കോ തല്ലി ജീവച്ഛവം ആക്കിയിട്ടിരിക്കുകയാണെന്നും ജയിൽ ശിക്ഷ കിട്ടിയതിന് പുറമെയാണ് അച്ഛന് മാർക്കോയുടെ കയ്യിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. ഇനി അച്ഛന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമോ എന്ന് പോലും അറിയില്ല എന്നെല്ലാം പറയുമ്പോൾ അവന്മാരൊക്കെ മരിക്കുകയാണ് വേണ്ടത്, ജീവിച്ചിരുന്നിട്ട് ആർക്ക് എന്താ പ്രയോജനം എന്ന് ദുർഗ ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നു. ഇനിയെങ്കിലും ഈ കേസ് വേണ്ടാന്ന് വെച്ചൂടെ കണ്ണേട്ട, അച്ഛൻ ചെയ്തതിനുള്ള ശിക്ഷയൊക്കെ അച്ഛന് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ അച്ഛൻ ഇത്രയും പ്രായമായില്ലേ, ഇനിയെങ്കിലും ഈ കേസ് വേണ്ടാന്ന് വെച്ചൂടെ, അച്ഛനെതിലിപ്പോൾ ചെയ്തതിലൊക്കെ നല്ല കുറ്റബോധം ഉണ്ടെന്നെല്ലാം കരുണ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വാക്ക് ഒന്നേ ഉള്ളൂ എന്നും നിൻ്റെ അച്ഛനെയും ആ വാമൻ എന്ന് പറയുന്നവനെ കൊണ്ടും ഞാൻ കേസ് പറഞ്ഞ് ജയിൽ ശിക്ഷ അനുഭവിപ്പിക്കുമെന്നും നഷ്ടപരിഹാര തുക വാങ്ങിച്ചെടുത്ത് അതേതെങ്കിലും അനാഥാലയത്തിലേക്ക് കൊടുക്കാനാണ് എൻ്റെ തീരുമാനമെന്നും കണ്ണൻ തുറന്നടിക്കുന്നു. പിന്നീട് കരുണ ഉണ്ണിയോടും വീണ്ടും അപേക്ഷിച്ച് നോക്കുന്നുണ്ട്. നിങ്ങളെങ്കിലും കണ്ണേട്ടനോടൊന്ന് സംസാരിച്ച് നോക്കണം. നഷ്ടപരിഹാര തുക കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ സർവ്വസ്വത്തുക്കളും വിൽക്കേണ്ടി വരും. മാത്രമല്ല മുത്തശ്ശിയുടെ കുടുംബ വീടും ആഭരണങ്ങളും എല്ലാം വിൽക്കേണ്ടി വരും. കണ്ണേട്ടനോടൊന്ന് പറയണമെന്നെല്ലാം കരുണ പറയുന്നുണ്ടെങ്കിലും ഉണ്ണി പറയുന്നുണ്ട് കോടതിയിൽ നിന്നും കിട്ടാൻ പോകുന്ന തുക കൊണ്ട് ഞാൻ പല കാര്യങ്ങളും മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്നും ഒരു ബിസിനസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം ഉണ്ണി പറയുന്നു. തുടർന്ന് നിൻ്റെ മുത്തശ്ശിയുടെ കുടുംബ വീടോ ആഭരണങ്ങളൊന്നും വിൽക്കാനായിട്ട് ഇനി നിനക്ക് കഴിയില്ല എന്നും അതെൻ്റെ പേരിലാണ് എന്നുള്ളൊരു അതൊക്കെ തന്നതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന സത്യവും ഉണ്ണി ഇതേ സമയം തന്നെ കരുണയോട് തുറന്നടിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുന്ന കരുണയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്